നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ പുതുക്കാടും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും ഗതാഗതം സ്തംഭിച്ചു. 3/4 മണിക്കൂർ വരെ വാഹനങ്ങൾ കുടുങ്ങി. ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. മറ്റൊരാൾക്ക് മർദ്ദനമേറ്റ് പരിക്ക്. ഒരാൾ അറസ്റ്റിൽ. ലഹരിക്കെതിരെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ജനകീയ നടത്തവും സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡിൽ വരാക്കര പുളിഞ്ചോട് കാളക്കല്ല് മേഖലയിൽ റോഡിന്റെ ഇരുവശത്തും കാനകൾക്ക് സ്ലാബില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറാന പള്ളിയിലെയും ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആളൂരിൽ ഉച്ചത്തിൽ പാട്ടുവച്ചതിലുള്ള വിരോധത്തിൽ യുവാവിനെ കത്തിക്കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പുതുക്കാടും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും ഗതാഗതം സ്തംഭിച്ചു. 3/4 മണിക്കൂർ വരെ വാഹനങ്ങൾ കുടുങ്ങി. തൃശൂർ പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. സർവീസ് റോഡുകളുടെ പണി പാതി വഴിയിൽ നിലച്ചതോടെ മേഖലയിൽ അടിക്കടി ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയാണ്. വാഹനങ്ങൾ നിരന്ന് നീങ്ങുന്ന കാഴ്ചയാണ്. ജോലിക്ക് പോകുന്നവർ അടക്കമുള്ളവർക്ക് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാവുകയാണ്. ആംബുലൻസിനും കടന്നു പോകാൻ ബുദ്ധിമുട്ട് നേരിട്ടു. ഇരുചക്രവാഹനങ്ങൾ പോലും 15 മിനിറ്റോളം എടുത്താണ് കടന്നുപോകുന്നത്. അവധിക്കാലവും തൃശൂർ പൂരത്തിന്റെ തിരക്കും വർദ്ധിച്ചതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണം ആരംഭിച്ച നാൾ മുതൽ പുതുക്കാട് മേഖലയിലെ ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയാണ്. പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കാതെ നിർമ്മാണം ആരംഭിച്ചുവെന്ന ആക്ഷേപം അന്നു മുതൽ ഉയർന്നിരുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഗതാഗത സ്തംഭനം പതിവാകുകയാണ്. സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങളുടെ സമയക്രമത്തെ വരെ ഗതാഗതക്കുരുക്ക് ബാധിക്കുന്ന അവസ്ഥയാണ്. ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. മറ്റൊരാൾക്ക് മർദ്ദനമേറ്റു പരിക്ക്. ഒരാൾ അറസ്റ്റിൽ. ചെറുവാൾ സ്വദേശികളായ മുഴത്തോട്ടുപറമ്പിൽ 26 വയസ്സുള്ള അമൽ, കോവാത്ത് വീട്ടിൽ 26 വയസ്സുള്ള സുജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. അയ്യഞ്ചിറ ശശിക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 10:30 സംഭവം. തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ചെറുവാൾ ഗ്രൗണ്ടിന് സമീപമായിരുന്നു സംഭവം. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത്. നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയ പ്രദർശനങ്ങൾ. മഴവില്ല് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തല ഉയർത്തിയുള്ള നിൽപ്പ്. കുടയുടെ കാലുകളും വർണ്ണത്തുണികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട്. ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ, തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം മിഴി തുറന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ NK വർഗീസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും പൂരപ്രേമികളിലേക്ക് എത്തി. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സ്വാമി സദ്ഭവാനന്ദ, ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ NK വർഗീസ്, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ജനകീയ നടത്തവും സംഘടിപ്പിച്ചു. പാലയ്ക്കപ്പറമ്പ് സെന്ററിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടവും ജനകീയ നടത്തവും പുതുക്കാട് SI N പ്രദീപ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, യുവജന സംഘടനകൾ, വിവിധ ക്ലബ്ബുകൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ അണിചേർന്നു.
തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബത്തെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും തുടക്കം കുറിക്കുകയാണ്. ഒരു തുടക്കം മാത്രമാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വലിയ വിപത്തിനെ ഇവിടെ നിന്ന് തൂത്തെറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് വളർന്നു വരുന്ന ചെറിയ തലമുറ വഴിതെറ്റിപ്പോകുന്ന ഒരു വലിയ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ കാലം മുമ്പോട് തുടങ്ങിയെങ്കിലും അത് അതീവ ഗുരുതര സ്ഥിതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ ഓരോരുത്തരും അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡിൽ വരാക്കര പുളിഞ്ചോട് കാളക്കല്ല് മേഖലയിൽ റോഡിന്റെ ഇരുവശത്തും കാനകൾക്ക് സ്ലാബില്ലാത്തത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. വരാക്കര സൗത്ത് കപ്പേള മുതൽ കാളക്കല്ല് വരെയുള്ള മേഖലയിലാണ് കാനകൾക്ക് മുകളിൽ സ്ലാബുകളില്ലാത്തത്. പുല്ലു വളർന്ന് കാന തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൂടപ്പെട്ട നിലയിലാണ്. ഒരേ സമയം ഇരുദിശയിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ കാൽനട യാത്രക്കാർക്ക് റോഡിൽ നിന്നും മാറി നിൽക്കാൻ അല്പം പോലും സ്ഥലം ബാക്കിയില്ല. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വശം കൊടുക്കേണ്ടി വന്നാൽ ഇരുചക്ര വാഹനങ്ങളും സൈക്കിളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ്. പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടന്റെ നിരന്തര പരാതികൾക്കൊടുവിലാണ് അമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡിന്റെ പല ഭാഗങ്ങളിലും നേരത്തെ തുറന്നു കിടന്നിരുന്ന കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചത്. 20 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പിന്നീട് ഫണ്ട് തികയാത്തതിനാൽ നിർത്തിവെക്കുകയായിരുന്നു. വരാക്കര പുളിഞ്ചോട് PWD റോഡിൽ കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ. 2 വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളടക്കം കാനയിലേക്ക് വീഴുന്നൊരവസ്ഥയാണുള്ളത്. 3 സ്കൂളുകൾ വർക്ക് ചെയ്യുന്ന ഈ റോഡിൻ്റെ 2 സൈഡിലും സ്ലാബ് ഇട്ടാലേ കാൽനടക്കാർക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് വരാക്കര പുളിഞ്ചോട് സെൻട്രലിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇട്ട് സഞ്ചാരയോഗ്യമായ റോഡാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 3 വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത്. കാനയ്ക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ച് അപകട സാഹചര്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടകര PWD അധികൃതർക്ക് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് സുരേഷ് ചെമ്മനാടൻ. അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡിൽ വരാക്കര പുളിഞ്ചോട് മേഖലയിൽ കാനയ്ക്ക് മുകളിൽ സ്ലാബുകളില്ലാത്തത് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. ഇരുവശത്തു നിന്നും ഒരേ സമയം വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഒന്ന് മാറി നിൽക്കാൻ ഒരു തരി സ്ഥലം പോലും ബാക്കിയില്ല. ഇതുവഴി സൈക്കിളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർ വലിയ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. അധികൃതരുടെ ഇടപെടൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി അടിവാരം പള്ളിയിൽ രാവിലെ റെക്ടർ ഫാദർ മനോജ് മേക്കാടത്തിന്റെയും കുരിശുമുടിയിൽ ഫാദർ റെയ്സൻ തട്ടിലിന്റെയും കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടന്നു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുത്തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ റെയ്സൻ തട്ടിൽ സഹകാർമ്മികരായിരുന്നു. ഫാദർ ആന്റണി തെക്കിനിയത്ത് സന്ദേശം നൽകി. ഉച്ചകഴിഞ്ഞ് സമൂഹബലി, പ്രദക്ഷിണം എന്നിവയും ഉണ്ടായി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളും ദർശന തിരുനാളും ആഘോഷിച്ചു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിഫി മേക്കാട്ടുകുളം മുഖ്യ കാർമ്മികനായി. ഫാദർ ജിയാൻഡോ മാഞ്ഞൂരാൻ സന്ദേശം നൽകി. വൈകിട്ട് കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവയുണ്ടായി. വികാരി ഫാദർ പോൾ തേക്കാനത്ത് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളിൽ വീശുകയും
അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചെങ്ങന്നൂർ പരിശുദ്ധ കർമ്മല മാതാപ്പള്ളിയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാന, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ് എന്നിവയ്ക്ക് ശേഷം നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ നോബി അമ്പൂക്കൻ കാർമ്മികനായി. ഫാദർ ജോസ് കിടങ്ങൻ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പിൽ, കൈക്കാരന്മാരായ പ്രിൻസ് തോട്ടാൻ, ജോണി തോട്ടാൻ, പോളി വിരുത്താക്കപ്പറമ്പിൽ, ഡേവിസ് വല്ലപ്പാടി, ജനറൽ കൺവീനർ സെബി ഒല്ലുകാരൻ എന്നിവർ നേതൃത്വം നൽകി. തൊഴിൽ മേഖലയിലും പഠനരംഗത്തും വിദേശത്ത് നിരവധി അവസരങ്ങൾ കാത്തിരിക്കുമ്പോൾ ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ ഭാഷകളും IELTS പരിശീലനവും ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുകയാണ് മാള IML അക്കാദമി. ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ ഭാഷകളും IELTSഉം വലിയ ഫീസ് ഇളവോടെയും നിബന്ധനകൾക്ക് വിധേയമായി തികച്ചും സൗജന്യമായും പഠിക്കാനുള്ള അവസരമാണ് മാള പുത്തൻചിറയിലെ ഈ IML റെസിഡൻഷ്യൽ അക്കാദമി ഒരുക്കിയിരിക്കുന്നത്. ലോകം മുഴുവൻ നിരവധി അവസരങ്ങളുമായി നമ്മുടെ ചെറുപ്പക്കാരെ സ്വാഗതം ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവസരമൊരുക്കുകയാണ് മാള പുത്തൻചിറയിലെ IML അക്കാദമി. ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ ഭാഷകളും IELTS പരിശീലനവും വലിയ ഫീസ് ഇളവോടെ പഠിക്കാനുള്ള അവസരങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തൊഴിലിനു വേണ്ടിയും ഉപരിപഠനത്തിനായും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർക്ക് വിദേശ ഭാഷാ പരിശീലനവും പിന്തുണയും നൽകി കഴിഞ്ഞ 10 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് IML അക്കാദമി. ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ IML അക്കാദമിയുടെ മികവ് വേറിട്ടതാണ്. IML അക്കാദമിയിൽ ജർമ്മൻ ഭാഷാ പഠനം നടത്തുന്ന കുട്ടികൾക്ക് അവിടുത്തെ ജീവിതശൈലിയും ജർമ്മൻ സംസ്കാരവും കൂടെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു 10 പതിറ്റാണ്ട് കാലത്തോളം ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആളുമാണ്. മാത്രമല്ല ജർമ്മൻ ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുമായതുകൊണ്ട് ഇവിടുന്ന് ഭാഷാ പഠനം നടത്തി പോകുന്ന കുട്ടികൾക്ക് ജർമ്മനിയിൽ ചെന്നാലും അവർക്ക് അവിടുത്തെ ജീവിതശൈലിയുമായി ചേർന്ന് പോകാൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഒരേ സമയം 100 പേർക്ക് താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് മാള പുത്തൻചിറയിലെ IML അക്കാദമിയിൽ ഉള്ളത്. BSc, GNM എന്നിങ്ങനെ നഴ്സിംഗ് മേഖലയിൽ ഉള്ളവർക്ക് IML കൺസൾട്ടൻസി വഴി വിദേശത്തേക്ക് തൊഴിൽ തേടുന്നതിന് നിബന്ധനകൾക്ക് വിധേയമായി സൗജന്യ ഭാഷാ പരിശീലനമാണ് നൽകുന്നത്. കൂടാതെ വിദേശ പഠനത്തിനായി IML അക്കാദമി വഴി പോകുന്നവർക്ക് മറ്റ് സർവീസ് ചാർജുകളും ഉണ്ടായിരിക്കുന്നതല്ല. IML അക്കാദമി വഴി വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല. മാത്രമല്ല അവർക്ക് ആവശ്യമായ ഭാഷാ പരിശീലനം IML അക്കാദമി തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് ജർമ്മൻ A1 കോഴ്സ് 50% ഫീസ് ഇളവ് IML അക്കാദമി നൽകുന്നു. IML അക്കാദമി വഴി വിദേശ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനായി ഭാഷാ പരിശീലനം നേടുന്നവർ ഹോസ്റ്റൽ ഫീ മാത്രം നൽകിയാൽ മതിയാകും. ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ എന്നീ വിദേശ ഭാഷാ പഠനത്തിനും IELTS പരിശീലനത്തിനും ചാലക്കുടിയിലെ IML അക്കാദമിയിലും സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് IML അക്കാദമി 9207732702 9207732701. വിദേശത്ത് ഒരു തൊഴിൽ സാധ്യത അന്വേഷിക്കുന്നവർക്കും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വമ്പിച്ച ഫീസ് ഇളവോടെ തങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ സൗകര്യങ്ങളാണ് മാള പുത്തൻചിറയിലുള്ള IML റെസിഡൻഷ്യൽ അക്കാദമി ഒരുക്കുന്നത്. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുക. മാള പുത്തൻചിറയിലെ IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ നിന്നും ക്യാമറമാൻ അബിൻ CS-നൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. ഉച്ചത്തിൽ പാട്ടുവച്ചതിലുള്ള വിരോധത്തിൽ യുവാവിനെ കത്തിക്കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ആളൂർ മാനാട്ടുകുന്ന് പെരിപ്പറമ്പിൽ വീട്ടിൽ മുറി രതീഷ് എന്ന് വിളിക്കുന്ന രതീഷിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോട്ട ഉറുമ്പൻകുന്ന് ചാലച്ചൻ വീട്ടിൽ വിനുവിനെയാണ് ഇയാൾ ആക്രമിച്ചത്. ഈ മാസം 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കലറ്റുംകര മാനാട്ടുകുന്നിലുള്ള അമ്മാവൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് വിനുവിനെ രതീഷ് ആക്രമിച്ചത്. മുറി രതീഷ് ആളൂർ പോലീസ് സ്റ്റേഷൻ റൗഡിയാണ്.
രതീഷിന് കൊടകര പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും 1 കവർച്ചാ കേസും, ആളൂർ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും 3 അടിപിടി കേസുകളും അടക്കം 8ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രതീഷിനെതിരെ 2024 തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഉത്തരവ് ലംഘിച്ച് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിച്ചതിന് റിമാൻഡ് ചെയ്തിരുന്നതുമാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം അഫ്സൽ, സബ് ഇൻസ്പെക്ടർമാരായ സുമേഷ്, സുരേന്ദ്രൻ, സ്റ്റീഫൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഹരികൃഷ്ണൻ, അനീഷ്, അനൂപ്, നിഖിൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആമ്പല്ലൂർ കലാ സാംസ്കാരിക സമിതിയുടെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെയും കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് എം വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി എ കെ ഗോവിന്ദമേനോൻ, ട്രഷറർ വി എ അജിത് കുമാർ, പി ഇന്ദുചൂടൻ, പഞ്ചായത്ത് അംഗം പി കെ ശേഖരൻ, ഐ ഫൗണ്ടേഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ മണികണ്ഠൻ, വൈദ്യരത്നം കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മേരിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. യശസ് ഉയർത്തുന്നതിനും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിനും ലക്ഷ്യമിട്ട് രൂപീകൃതമായ ആമ്പല്ലൂർ കലാ സാംസ്കാരിക സമിതിയുടെ 13ാം വാർഷികത്തിൻ്റെ ചടങ്ങ് ഇവിടെ ആരംഭിക്കുവാൻ പോകുകയാണ്. ആമ്പല്ലൂർ കലാ സാംസ്കാരിക സമിതിയുടെ 13ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് സമിതിയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജും ദക്ഷിണേന്ത്യയിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി കലാശുപത്രിയായ കൊച്ചിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുക്കുന്നുണ്ട്. വൈദ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും നാടിൻ്റെ യശസ് ഉയർത്തുന്നതിനും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിനും ലക്ഷ്യമിട്ട് രൂപീകരിച്ചതാണ് ആമ്പല്ലൂർ കലാ സാംസ്കാരിക സമിതി. ഇവിടേക്കുള്ള മറ്റ് ഭാഗങ്ങളിൽ എല്ലാവർക്കും നല്ലതായ നാട്ടുകാർക്കും എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് 13 കൊല്ലങ്ങളായിട്ടും ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിച്ച നാട്ടുകാരോടും. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 34ാം വാർഷികാഘോഷം ഡിവൈഎസ്പി പി ബി പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. കവിതാ ക്ലബ്ബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കേരളോത്സവത്തിൽ മികച്ച വിജയം നേടിയവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സമ്മാനദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, പി എസ് പ്രീജു, കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ പ്രധാനാധ്യാപിക രമ, ക്ലബ്ബ് രക്ഷാധികാരി വിൽസൺ പഴൂങ്കാരൻ, ജോജോ കൈതാരത്ത്, കെ ജെ ബിജു, റപ്പായി പൊന്നാരി, ജസ്റ്റിൻ കാവല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, സുധീഷ് അമ്മവീട് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകം, സ്നേഹവിരുന്ന് എന്നിവയുണ്ടായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിന് ഇനി കുട്ടികളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നിർബന്ധമായിട്ടും വേണം. പക്ഷെ ആ മൊബൈൽ ഉപയോഗം അത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്കും അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ആകണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിന് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ശുദ്ധജലം പാഴാകുന്നത് പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി വൈകുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് മൂലം വാഹനങ്ങൾ പോകുമ്പോൾ ചളിവെള്ളം തെറിക്കുന്നുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കാതിരിക്കാൻ വഴിയാത്രക്കാർ ഓടി മാറുന്നത് തെന്നി വീഴുന്നതിനും മറ്റ് അപകടങ്ങൾക്കും കാരണമാകുന്നു. 100 കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ദിവസവും നഷ്ടമാകുന്നത്. കൂടാതെ വെള്ളം കെട്ടിക്കിടന്ന് റോഡും ശോച്യാവസ്ഥയിലാകുന്ന സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ, നടുവം ഹരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാദിന ദിവസം രാവിലെ ഭക്തിഗാനസുധ, ഐമ്പറ സമർപ്പണം, പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് പ്രതിഷ്ഠാദിന ഊട്ട്, വൈകിട്ട് ശ്രീ നരിപ്പറ്റ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വാദ്യമേള ഘോഷയാത്ര എന്നിവ നടന്നു. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു.
അഭിഷേകം, മഹാഗണപതി ഹോമം, കളഭാഭിഷേകം, ബ്രാഹ്മണിപ്പാട്ട് എന്നിവയ്ക്ക് ശേഷം പൊങ്കാലദീപം തെളിയിക്കൽ നടന്നു. തുടർന്ന് ഇരിഞ്ഞാലക്കുട സനീഷ് നനദുർഗയുടെ സോപാന സംഗീതത്തോടുകൂടി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. നിരവധി പേർ മൺകലങ്ങളിൽ പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് നിവേദിച്ചു. അന്നദാനവും ഉണ്ടായി. ചടങ്ങുകൾക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും കാർമ്മികത്വം വഹിച്ചു. ഇതോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകുന്നേരം നടന്ന ആൽത്തറ പഞ്ചാരിക്ക് പെരുവനം കുട്ടന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. കാസർഗോഡ് നടന്ന സീനിയർ സ്റ്റേറ്റ് റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ ടീമിന് വേണ്ടി പങ്കെടുത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അനൗമികയെ PKS മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. PKS ലോക്കൽ പ്രസിഡന്റ് PA രഘു അധ്യക്ഷത വഹിച്ചു. PKS ജില്ലാ വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻകുട്ടി ഉപഹാരം നൽകി. PKS ഏരിയ പ്രസിഡന്റ് PV മണി, PKS ലോക്കൽ സെക്രട്ടറി VS സുബീഷ്, ഏരിയ കമ്മിറ്റി അംഗം CK ശ്രീജിത്ത്, PKS യൂണിറ്റ് കമ്മിറ്റി അംഗം ഗീത വിശ്വംഭരൻ എന്നിവർ സന്നിഹിതരായി. SFI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റാണ് അനൗമിക. സമ്മാനം കരസ്ഥമാക്കിയ അനൗമികയെ ആദ്യമായി PKSന്റെ കുടകര ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഈ കുട്ടിയെ അനൗമികയെ പട്ടികജാതി ക്ഷേമ സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള സീല ടീച്ചറുടെ മകള് സംസ്ഥാനതല സീനിയർ റഗ്ബി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ജില്ലാ ടീമിന് വേണ്ടി പങ്കെടുക്കുകയും അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആസ്മ. ശ്വാസനാളികളെ ബാധിക്കുന്ന ഒരു അലർജിയാണിത്. അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ശ്വസനത്തിലൂടെ ഉള്ളിലേക്കെത്തുന്നതാണ് ആസ്മയുടെ പ്രധാന കാരണം. ആസ്മ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥ, വായുമലിനീകരണം, പാരമ്പര്യം തുടങ്ങിയവയൊക്കെ ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതയെ കൂട്ടാം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ഇടയ്ക്കിടെ വരുന്ന ചുമ, വലിവ്, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിന് പരിഹാരമായി ആസ്മയ്ക്ക് കാരണമാകുന്ന വസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക, പൊടിയുള്ള സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക, കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക, കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക, ആസ്മ രോഗികളുടെ കിടപ്പുമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, മെത്തയും തലയെണ്ണയും വെയിലത്ത് നന്നായി ഉണക്കി ഉപയോഗിക്കുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫാനിലെ പൊടി തുടയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ പുകവലിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക, അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി അവയിൽ നിന്നും അകലം പാലിക്കുക, വിറ്റാമിനുകളും പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് പൊതുവെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇവ ഗുണം ചെയ്യും. ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുക. ഇത് ശ്വസനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. സ്ട്രെസ് കുറയ്ക്കുക. കാരണം മാനസിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരം കോർട്ടിസോൾ ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. ഇത് ശ്വാസോച്ഛ്വാസ നിരക്കും ഹൃദയമിടിപ്പ് നിരക്കും വർദ്ധിക്കും. അതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോർച്ച് സെന്റർ കേരളത്തിലെ ICMR റിസർച്ചിലേക്ക് പ്രൊജക്ട് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. BSc നഴ്സിംഗ്, പബ്ലിക് ഹെൽത്ത് റിസർച്ച് എന്നിവയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 30 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ മെയ് 8 രാവിലെ 11 തൈക്കാട് സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോർച്ച് സെന്ററിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 914712323223. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ.
പുതുക്കാട് തൃശ്ശൂർക്കാരൻ വീട്ടിൽ എൽസി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ജോണിയാണ് ഭർത്താവ്. റോസ്മേരി, പ്രിൻസ് എന്നിവർ മക്കളും ജൻസൺ, അമൃത എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ മാളിയേക്കൽ റപ്പായി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. എൽസിയാണ് ഭാര്യ. റിൽസൺ, റിക്സൺ എന്നിവർ മക്കളും നീനു മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ പുതുക്കാടും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലും ഗതാഗതം സ്തംഭിച്ചു. 3/4 മണിക്കൂർ വരെ വാഹനങ്ങൾ കുടുങ്ങി. ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. മറ്റൊരാൾക്ക് മർദ്ദനമേറ്റ് പരിക്ക്. ഒരാൾ അറസ്റ്റിൽ. ലഹരിക്കെതിരെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ജനകീയ നടത്തവും സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡിൽ വരാക്കര പുളിഞ്ചോട് കാളക്കല്ല് മേഖലയിൽ റോഡിന്റെ ഇരുവശത്തും കാനകൾക്ക് സ്ലാബില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെയും ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആളൂരിൽ ഉച്ചത്തിൽ പാട്ടുവച്ചതിലുള്ള വിരോധത്തിൽ യുവാവിനെ കത്തിക്കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.